ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരന്റെ ശൈലിയടാ. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വളരെ ആഹിതകരമായ ആശ്വാസകരമായ വേഷവിധാനം നടത്തി ആ വേഷവിധാനത്തിലൂടെ ഏറ്റവും വലിയ ഫ്രീക്കൻ മോഡലുകളായി മൊബൈലാട്ടി റീചാർജ് ചെയ്ത് ഈ വൈകുന്നേരങ്ങളിലൂടെ സ്കൂട്ടറിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കി നിരത്തുകളിലൂടെ ചീറിപ്പായുന്ന ചെറുപ്പക്കാരാ, ആദ്യമായിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ഈ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് ശബ്ദ മലിനീകരണത്തിലൂടെ അസ്വാരസ്യമായ ശബ്ദമുണ്ടാക്കി ഈ റോഡിലൂടെ മത്സരത്തോടെ പാഞ്ഞു പോകുമ്പോ ശ്രദ്ധിക്കണേ പൊന്നുമോനെ, കൈയൊന്ന് തെറ്റിയാൽ താളമൊന്ന് പടച്ചാൽ നഷ്ടപ്പെടുന്നത് വീട്ടിൽ കണ്ണീരോടെ കാത്തു നിൽക്കുന്ന നിന്റെ ഉമ്മക്ക, നിന്നെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന വാപ്പക്ക. അല്ലാതെ വടിയരികിലൂടെ നീ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകുമ്പോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നിന്റെ കാമുകിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നോക്കി നിന്നിട്ട് കൂടെ നിന്ന് കൈയടിക്കുന്ന ചെറുപ്പക്കാരനൊന്നും നഷ്ടപ്പെടാനില്ല. പലപ്പോഴും ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഈ എടപ്പള്ളി വഴിയിലൂടെ പോകുമ്പോ എടപ്പള്ളിയിലെ ട്രാഫിക് ഗതാഗതം നമുക്കറിയാമല്ലോ. ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴും പുറകിൽ കൂട്ടുകാരനെ വെച്ച് നിരന്ന് കിടക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ വൈരറ്റത്തൂടെ വല്ലാത്ത ശബ്ദമുണ്ടാക്കി സൈലൻസറെ കട്ട് ചെയ്ത് പാഞ്ഞു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്നല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മടിത്തട്ടിലെടുത്ത് താരാട്ട് പാടിയതുമുണ്ട്. ഇന്ന് രാവിലെ പോലും നിന്നെ ഇറക്കി വിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിലെ കാത്തിരിപ്പുണ്ട്, നിന്റെ പിതാവ് നിന്നെ കാത്തിരിപ്പുണ്ട്. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രമാ എന്ന് മാത്രമല്ല, ഇനിയൊരു ഖുർആൻ പ്രബോധകൻ എന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഈ സൈലൻസറെ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതാരെന്നറിയോ? നിങ്ങളുടെ സിട്ടാവായ അല്ലാഹു തന്നെയാ, അല്ലാഹു തന്നെയാ സൈലൻസർ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദ മലിനീകരണം ഉണ്ടാക്കും. ബൈക്കുകൾ പായിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗതാഗതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഖുർആനും ഗതാഗത നിയമങ്ങളും എന്നൊരു വിഷയം തന്നെ ഞാൻ പലപ്പോഴും ജുമയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ഗതാഗത നിയമത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ ഗതാഗത നിയമം എന്നറിയോ? അല്ലാഹു പറയാ, വഖസിദു ഫീ മശീക വഗ്ളുദു മിൻ സൗതിക ഇന്ന അൻകറ അസ്വാതില സൗതുൽ ഹമീർ. അറിയില്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പഠിച്ചു കൊള്ളുക. സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു പറയാ, നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോ വലതു ഭാഗത്ത് ട്രാഫിക്കിന്റെ ബോർഡിൽ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കാറുണ്ട്. സ്പീഡ് ലിമിറ്റ് 60 km/h, അതല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് 80 km/h. 80 കിലോമീറ്റർ മണിക്കൂറിൽ 80 കിലോമീറ്റർ സ്പീഡിലല്ലാതെ അമിത വേഗത ആപത്താണ്. ആദ്യമായി ഇത് ലോകത്തോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ സ്പീഡിൽ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒട്ടകമെന്ന വാഹനം മാത്രം മരുഭൂമിയിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോ ആ കാലഘട്ടത്തിലാണ്, ഒട്ടകത്തെ വാഹനമായി ഉപയോഗിച്ചൊരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുന്നത്, വഖസിദു ഫീ മശീക, നിന്റെ സഞ്ചാര വേഗതയിൽ മിതത്വം കാണിക്കണേ, അമിതമായ വേഗത എടുക്കരുതേ, നിന്റെ സഞ്ചാര വേഗതയിൽ മിതത്വം കാണിക്കണേ, ഓവർ സ്പീഡ് പാടില്ല. മാത്രമല്ല വഗ്ളുദു മിൻ സൗതിക, നിന്റെ ശബ്ദം താഴ്ത്തണേ. നീ സഞ്ചരിക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ശബ്ദം നീ താഴ്ത്തിക്കളയണേ. സൈലൻസറെ കട്ട് ചെയ്തിട്ട് ശബ്ദ മലിനീകരണം ഉണ്ടാക്കി യാത്ര ചെയ്യുന്ന അനുവദനീയമല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ബോധിപ്പിക്കുമ്പോ ഇന്ന അൻകറൽ അസ്വാത് ലസൗതുൽ ഹമീർ. അല്ലാഹു പറയാ, ഏറ്റവും അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദമാ. ആളുകൾക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ യാത്ര ചെയ്യരുതേ എന്ന് ഖുർആൻ പറയുമ്പോ, അങ്ങനെ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ ഇത് ഖുർആനിന് എതിര് പ്രവർത്തിക്കലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലില്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ആളുകളുടെ മുമ്പിലൂടെ
ആളുകളുടെ മുമ്പിലൂടെ ആഡംബരത്തിന്റെ ഭാവം കണ്ടിട്ട് ധവിക്കാനല്ല അല്ലാഹു നമ്മോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്തെ ഭയന്നിട്ട് ജീവിതത്തിൽ നൈതികതയിലൂടെ ജീവിക്കുക. ആണും പെണ്ണും കലർന്നിട്ടുള്ള ഈ ജീവിതത്തിന് അവസാനം കൊടുക്കുക. ആണും പെണ്ണും തമ്മിലുള്ള ജീവിതം പ്രണയമെന്ന 3 അക്ഷരത്തിന് മുമ്പ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും അസുരവൽക്കരിക്കുന്ന ആധുനിക ലോകത്തോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ആണും പെണ്ണും കെട്ടിപ്പിടിച്ചിരുന്നാൽ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഇരുന്നപ്പോ ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്നപ്പോ ഒരധ്യാപകൻ ചേർന്നിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പിടിച്ചു മാറ്റിയപ്പോ ലിംഗസമത്വം എന്ന് പറയുന്ന നീതിക്ക് വേണ്ടി വാദിച്ചിട്ട് മുമ്പോട്ട് വന്ന ഫെമിനിസ്റ്റുകളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ന്യൂ ജനറേഷൻ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമേടെന്നറിയോ? ടൂറിന് പോകുമ്പോൾ, സ്റ്റഡി ടൂറിന് പോകുമ്പോൾ ഒന്നിച്ച് നിന്ന് സെൽഫി എടുക്കുന്ന, പെൺകുട്ടികളുമായി ചേർന്ന് നിന്നിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തന്റെ മകളെ ടൂറിന് വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അവളുടെ മൊബൈൽ ഫോണിൽ അന്യ ചെറുപ്പക്കാരന്റെ കൂടെ നിന്ന് സെൽഫി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോ, സെൽഫി എന്ന് പറഞ്ഞാൽ തന്നെ മൊബൈൽ ഫോണിന്റെ ക്യാമറയുടെ മെഗാ പിക്സലിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ പരമാവധി ഒട്ടിച്ചേർന്ന് നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോയാണ് സെൽഫി. സ്റ്റഡി ടൂർ കഴിഞ്ഞ് വരുമ്പോ, അതല്ല ഏതെങ്കിലും ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ മകള് പരപുരുഷന്റെ കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ കാണിക്കുമ്പോ അത് അത്ഭുതത്തോടെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിട്ട് ഒന്ന് പ്രതികരിക്കാത്ത ഉമ്മ. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധമായി ഇസ്ലാം നിർവചിക്കുന്നതെന്നറിയോ? പ്രണയമെന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടായിരുന്നു. അയാൾക്കൊരു കാമുകിയുണ്ടായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോ അയാള് കാമുകിയുടെ വീട്ടിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാ. എപ്പോഴാന്നറിയോ? ഇശാ നമസ്കാരം കഴിഞ്ഞ് മക്കയിലെ പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ല, ഗാനമേള കഴിഞ്ഞിട്ടല്ല, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ പ്രിയപ്പെട്ട കാമുകിയുടെ വീടാ. കാമുകിയുടെ വീടിൽ അടുക്കൽ പോയി നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കാമുകിയെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു, അത്ര പെണ്ണേ, നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ പെണ്ണ്? എന്റെ പ്രണയം നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ പ്രണയത്തിന് പകരം നിന്റെ ശരീരം നീ എനിക്ക് തരുമോ പെണ്ണ്? വഴിതെറ്റുന്ന ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് പ്രണയത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ പൂർവ്വബന്ധം നടത്തുമ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നടത്തിയ സർവേ പ്രകാരം 60% വിദ്യാർത്ഥികളെ കല്യാണത്തിന് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെ അംഗീകരിക്കുന്നവരാ. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ കഥ. 60% ആളുകളും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിന് പ്രശ്നമില്ലെന്ന് കരുതുന്നവരാ. പ്രണയമെന്നത് ശരീരത്തിന്റെ കൂട്ടിപ്പിടിച്ചിലാണെന്ന് കരുതുന്നവരോട് തന്റെ പെണ്ണിന് മുമ്പിൽ പ്രണയത്തെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണ് പെണ്ണേ, നിന്റെ ആ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ സുന്ദരിയും സുമുഖിയും സുശീലയുമായ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്നെ കേൾക്കാത്ത ന്യൂ ജനറേഷൻ പെണ്ണുങ്ങളോട് യുവതികളോട് ഓർമ്മിപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ കാമുകം വന്ന് തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ പറഞ്ഞ കാര്യം നാളെ യൗമുത്തഗാബൻ അല്ലാഹു പരിചയപ്പെടുത്തിയ, അല്ലാഹു യൗമുത്തഗാബൻ എന്ന് പരിചയപ്പെടുത്തിയ പരലോകത്തേക്ക് മാറ്റിവെക്ക് ചെറുപ്പക്കാരാ. നീ എന്നോട് പറഞ്ഞ പ്രണയമുണ്ടല്ലോ, നീ എന്നോട് പറഞ്ഞ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം നിനക്ക് നാളെ യൗമുത്തഗാബൻ അല്ലാഹു പരിചയപ്പെടുത്തിയ പരലോകത്ത് ഗുണകരമാകുമെങ്കിൽ ആ പരലോകത്ത് മാറ്റണേ ചെറുപ്പക്കാരാ.
എന്താ യൗമുൽ തഗാബുൻ എന്നറിയോ? ദാലിക യൗമുൽ ജംഇ ദാലിക യൗമുൽ തഗാബുൻ. എല്ലാവരും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പരലോകത്തിന്റെ ദിവസമാണ്. ആ ദിവസത്തിലേക്ക് നമുക്കിത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആ നാട്ടിലേക്ക്, ആ ദിവസത്തിലേക്ക് മാറ്റിവെക്കണേ ചെറുപ്പക്കാരാ. പരലോകമെന്ന് കേട്ടപ്പോ പേടിച്ചു വിറച്ചുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഇല്ല ഇല്ല, അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ആണും പെണ്ണും 21-ാം നൂറ്റാണ്ടില് പടക്കപ്പെട്ടതല്ല. ആണും പെണ്ണും പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, ആ കാലത്തും പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ആ പ്രണയം മരിതാവിയുടെ മേച്ചിൽപ്പുറത്തിലോട്ട് കടന്നുപോയപ്പോ തന്റെ മുമ്പിലേക്ക് പ്രേമാഭ്യർത്ഥനയുമായി വന്ന ചെറുപ്പക്കാരനോട് പരലോകം പറഞ്ഞിട്ട് അവന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാക്കി കൊടുത്ത യുവതിയെ നൂതനദേശ യുവതികൾക്ക് ഞാൻ സമർപ്പിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ തന്റെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്തെ കുറിച്ച് ഉപദേശിക്കുന്ന ഒരു പെണ്ണുണ്ടാവണം. ആ പെണ്ണാണ് പുതിയ തലമുറയുടെ പെണ്ണ്.